അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഷീദ് ഉമ്മയുടെ പേരിലുള്ള ആ ഒരു വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. താൻ ആറ്റുനോറ്റുണ്ടാക്കിയ വീട് മുതൽ എല്ലാം എൻ്റെ പേരിലാണ്. പക്ഷേ തനിക്ക് അനുഭവിക്കാൻ യോഗമില്ല. അത് തൻ്റെ പേരക്കുട്ടികളെ പോലും വീട്ടിലേക്ക് ഞാൻ ശരിക്ക് കയറ്റാറില്ല, പേടിച്ചിട്ട്. വീട് കേടുവരും എന്ന് കരുതിയിട്ട് എനിക്ക് മോൾട്ടിയും മക്കളും വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പോലും അതിൽ നിൽക്കുവാൻ ഉള്ള യോഗമില്ലാത്തൊരവസ്ഥ. റഷീദ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. കാരണം താൻ ചെയ്തു കൂട്ടിയതിനെല്ലാം പകരമായിക്കൊണ്ട് തനിക്ക് നല്ല രീതിയിൽ തല്ല് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാ രീതിയിലും അവരെന്നെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് മതിയായിപ്പോയി, ഇനി വീട്ടിലേക്ക് മടങ്ങാം. പക്ഷേ അതിനു മുമ്പായിട്ട് തന്നോട് പറഞ്ഞത് അത്രയും ഗോൾഡും ഡയമണ്ട്സും കാണാത്തതിൻ്റെ നഷ്ടപരിഹാരം അത് നൽകണമെന്നാണ്. ഞാനാണെങ്കിൽ ഒരു കൂട്ടി വെച്ച ആ ഒരു ക്യാഷ് തൊടുന്നത് എനിക്കിഷ്ടമല്ല. അത് എൻ്റെ ഭർത്താവ് ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. എങ്ങനെ കൊടുക്കാൻ? അതെനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് ഒരുപാട് കൂട്ടി വെക്കണം ആ ക്യാഷ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അവർ ചോദിക്കുന്ന ആ ഒരു തുക, അത് ഒരിക്കലും ഞാൻ കൂട്ടിവെച്ച തുകയോളം വരില്ല, അതിനേക്കാൾ അറിയണേ. എന്നാൽ ഈ സമയം ഷാഹിനയെ വ്യക്തമായി ഒന്ന് ചോദ്യം ചെയ്യുവാൻ പോലീസുകാരുടെ നിർദ്ദേശമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുവാനുണ്ട് അതിന്. പക്ഷേ അജ്മൽ സാറിൻ്റെ ആ കാര്യം, അജ്മൽ സാർ വളരെയധികം അർജൻറ്റായിട്ട് ഒരു കാര്യമാണ് പറയുവാൻ വേണ്ടി നിന്നിരുന്നത്. പക്ഷേ അപ്പോഴേക്കും മുഹ്സിന ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവളെ കാണും? അവളോട് ഒരു കാര്യം ചോദിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു. തൻ്റെ ഭർത്താവിനെ തല്ലിച്ചതക്കാൻ കാരണക്കാരനായ നിൻ്റെ ആങ്ങള, നിൻ്റെ ബ്രദർ, അവനെ ഒന്ന് പോലീസ് പൊക്കട്ടെ എന്ന് ചോദിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് അവളുടെ സമ്മതമില്ലാതെ ചെയ്യുന്നതും ഒട്ടും ശരിയല്ല. ഒരുപക്ഷെ അവൾക്കത് ഇഷ്ടമില്ലെങ്കിലോ, അതാണ് ചോദിക്കാൻ കരുതിയിരുന്നത്. പക്ഷേ അപ്പോഴേക്കും അവൾ ഫോണങ്ങ് കട്ട് ചെയ്തു, സ്വിച്ച് ഓഫ് ആക്കി ചെയ്യപ്പെട്ടു. ഇനി ഒരു പക്ഷേ എന്നെ ബ്ലോക്കാക്കിയോ എന്നറിയണം. അങ്ങനെ ഒരിക്കൽ കൂടി അജ്മൽ സാറ് വിളിക്കുന്നു അവളുടെ ഫോണിലേക്ക്. പക്ഷേ ബ്ലോക്ക് ലിസ്റ്റിലാണ് താനുള്ളതെന്ന സത്യം അജ്മൽ സാറിന് മനസ്സിലായി. സത്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവളെന്നെ ബ്ലോക്കാക്കിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് നേരിട്ട് ചോദിക്കാനും വയ്യ, വല്ലാത്തൊരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരെയും ഉപദ്രവിച്ച എല്ലാവരെയും ഒന്ന് പോലീസിൽ ഏൽപ്പിക്കണം, എന്നിട്ട് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ കാര്യത്തിലാണ് എല്ലാവരും ഇടപെടുന്നത്. ഞാൻ അത്തരക്കാരൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സാരല്ല, എല്ലാം വിധി, പടച്ചറബിൻ്റെ വിധി. അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാവി ജീവിതം, അതാണ് ഞാൻ ഓർത്തത്. എന്തിനാണ് ആ കുട്ടി ആ ഇരുട്ടറക്കുള്ളിൽ വെറുതെ കഴിയുന്നത്? ഒന്ന് പുറത്തു പോയി ജോലി ചെയ്യുവാനോ, അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് സംസാരിക്കുവാനോ, ഭർത്താവിനെ ഒന്ന് കാണുവാനോ അവസരം കൊടുക്കാത്ത ആളുകൾ, അതൊരിക്കലും നല്ലതല്ല. അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം, അതെൻ്റെ കടമയാണ്. അതിൽ ഞാൻ എത്ര തന്നെ നീചനായാലും ശരി, തെറ്റുകാരനായാലും ശരി. എന്നാൽ ഈ സമയം മുഹ്സിനയുടെ വീട്ടിൽ ഉമ്മ, എന്താടാ മോനെ? ഉമ്മ, പിന്നെ ഹസനത്തിന് നിക്കാഹ് പെട്ടെന്ന് വേണമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഒരാഴ്ച ഒന്നും നിൽക്കാൻ ഒഴിവില്ലെന്നാണ്. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആക്കാന്നാണ് പറയണത്. മോനെ, അതിപ്പോൾ ആരോടും ചോദിക്കാതെയും പറയാതെയും മിണ്ടാതെയും എന്താ ഉമ്മ? അന്ന് മിഠായി കൊടുത്തൊക്കെ പോയപ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞ സംഭവം തന്നെയല്ലേ. പിന്നെ നിക്കാഹ് പെട്ടെന്ന് കഴിക്കുക, കൂടുതൽ ആളുകളോടൊന്നും പറയണ്ട. അവിടെ നിന്നും കുറച്ച് ഇവിടെ നിന്നും കുറച്ച് ആളുകൾ കൂടിയിട്ട് നമുക്ക് വേദന കഴിക്കുക. എന്താ മോനെ ഇത്ര അർജൻറ്റ്? ഒന്നുമില്ലമ്മ, പ്രശ്നങ്ങളൊക്കെ ഓരോന്നിങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ അത് അവളെയും ബാധിക്കുമെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അതാക്കാം. അപ്പോൾ മറ്റന്നാളെ തന്നെ നിക്കാഹ് ആക്കണം എന്നാണ് പറയുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞില്ല, പിന്നെ ഓരോ ആണുങ്ങളായിട്ടുണ്ടായിക്കോളും. ഇത് മറ്റേത് മുഹ്സിനെ കാട്ടിക്കൂട്ടിയപ്പോഴൊക്കെ എന്തൊക്കെ ആയി തീർന്നാലേ പിന്നെ അതും നമ്മൾ വലിയൊരു ഭാരമായി തലയിൽ ചുമന്ന് നടക്കേണ്ടി വരും. മുഹ്സിന അത് കേൾക്കുന്നു. അല്ലാ, മുഹ്സിനെ കാട്ടിക്കൂട്ടിയ പോലെ ഞാൻ എന്താ കാട്ടിക്കൂട്ടിയത് എനിക്കറിയുന്നില്ല. അവർക്ക് ഞാനൊരു ഭാരോ? പഠിച്ചോനെ, ഞാനൊരു ഭാരമായില്ലേ അവർക്ക്? അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഉമ്മ, എന്നാൽ മറ്റന്നാൾ തന്നെ? മോനെ, എന്നാ പറഞ്ഞാളാ? അങ്ങനെ
ഹസനത്തിനെ വിളിച്ച് കാര്യം പറയുന്നു. ഹസനത്തെ മോളിവിടെ വന്നോ? എന്തിക്കക്ക? അതെ, അവർ പെട്ടെന്ന് നിക്കാഹുവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ. അവൾ ശരിക്കും ഞെട്ടി. 2 ദിവസത്തിന്? മറ്റന്നാളെന്നാ പറഞ്ഞത്. നമുക്കൊന്നും കൂടി ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, പെട്ടെന്നാകുകയാണ് നല്ലത്. അല്ലെങ്കിൽ അതൊരിക്കലും പ്രയാസമായിരിക്കും നീട്ടിക്കൊണ്ടുപോയാൽ. അവർ ആവശ്യപ്പെട്ടോന്നല്ല, ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇക്കാക്ക, അത് നമ്മൾ ആവശ്യപ്പെടുന്ന മോശമല്ലേ? ഒരു മോശമില്ല. നമ്മളെ സിറ്റുവേഷനും കാര്യങ്ങളും നിനക്കറിയുന്നതല്ലേ? അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളായി അവരുടെ ചെവിയിലൊക്കെ എന്തെങ്കിലും എത്തിക്കഴിഞ്ഞാലേ പിന്നെ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആലോചനയും വേണ്ടെന്ന് പറയും. എന്താ? അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ ഒരു നിമിഷം ഇത്താത്തയെ ഓർത്തു. ഇത്താത്ത, ആ ഒരു പേരാണ് ഇപ്പോൾ മുഴുവനായിട്ടും ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതും ഇത്താത്തയെക്കുറിച്ചാണ് ആരോപിക്കുന്നതും. എന്ത് ചെയ്യാം, സാരല്ല. മണവാട്ടിയായി ഒരുങ്ങുവാൻ തയ്യാറായി ഹസനത്ത്. അവളുടെ നാത്തൂൻ അങ്ങോട്ട് വന്നു. ഹസനത്തെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മറ്റന്നാളല്ലേ നിക്കാഹ്? പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണ്ടേ ഇക്ക? അതെ, ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണ്ടേ? എടുക്കാൻ പോവാ. എന്തപ്പോൾ എത്ര തിരക്ക്? അല്ലേ പിന്നെന്താ, മറ്റന്നാളാണതേ. അവർ വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി നിൽക്കണ്ടേ? നമ്മൾ നിക്കാഹാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും നിക്കാഹനല്ലേ മെയിന്. കല്യാണം എന്ന് വെച്ചാൽ പിന്നെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ നിക്കാഹാണ് കഴിച്ചു കൊടുത്തോളി. എന്നാൽ പിന്നെ സമാധാനമുണ്ട് ജീവിതത്തിന്. ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ചാൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ ഒരു പ്രയാസമാണ് ബാക്കിയുള്ളവർക്കും കൂടി. മുഹ്സിന അതും കേട്ടു. ഉമ്മ, എന്നാൽ നമുക്ക് നിക്കാഹിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാലോ? നിക്കാഹിനുള്ള ഡ്രസ്സ്? ആയിക്കോട്ടെ. അങ്ങനെ അതാ ആങ്ങളെയും നാത്തൂനും ഹസനത്തും കൂടി ഉമ്മയും നിക്കാഹിനുള്ള ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നു. എല്ലാവരും മാറ്റിയൊരുങ്ങുന്നു, പോകുവാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ മുഹ്സിനയോട് ആരും പറഞ്ഞില്ല ഡ്രസ്സ് എടുക്കുവാൻ പോവുകയാണെന്നോ എന്നൊന്നും. എല്ലാവരും അതാ കാറിൽ കയറുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മുഹ്സിന ആ ഒരു പഴയ ഡ്രസ്സും ധരിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം നോക്കി നിന്നു. ആ ഒരു കാഴ്ച, റബ്ബേ, എന്നെ വിളിക്കുന്ന പോലുമില്ല. എങ്ങോട്ടാണ് ഉമ്മ? നിങ്ങൾ എങ്ങോട്ടാ? മോളെ, ഞങ്ങൾ ഇവൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരാം, നീ ഇവിടെ നിന്നോ. നീ പന്നെ കണ്ടാലേ വേറെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് കണ്ടേ ഓളെ കല്യാണമാണ് മുടങ്ങും. തൽക്കാലം എൻ്റെ കുട്ടി ഇവിടെ നിന്നോ. എന്നോട് സ്നേഹമില്ലായിട്ട് പറയില്ല. കാരണം എന്താണെന്നോ, ഒന്നുമല്ല, ഇപ്പോഴത്തെ കാലമാണ്. ഓളെങ്കിലും ഒന്ന് കെട്ടിച്ച് നമുക്ക് വിടാം. എന്നാൽ സമാധാനമായില്ല. ഒരാളെ കൈകളിൽ ഏൽപ്പിച്ച സമാധാനമായി, റാഹത്തായി. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ലാതെ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു. മുഹ്സിനെ കൊണ്ടുപോകുന്നു വേണ്ട, ഓളോടെ നോട്ടെ. ചീത്തപ്പേരൊക്കെ കേൾപ്പിച്ച് അവളുടെ സങ്കടം മനസ്സിൽ ഒതുക്കി. പിന്നെ വാതിലൊക്കെ ശരിക്ക് അടച്ചു പൂട്ടിക്കൊണ്ടേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ അജ്മൽ സാറ് മറ്റേ സാറെന്ന് കരുതിയിട്ട് ആരെയും വിളിച്ചു വരുത്താൻ നിൽക്കണ്ട. ഇക്ക, നിങ്ങൾ എന്ത്? വേണ്ടടാ, എന്തൊക്കെയാ പറയണത്? അനാവശ്യമൊന്നും പറയല്ലോ. അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. വീട്ടുകാർ മുഴുവനായി എന്നെ വെറുത്തു കഴിഞ്ഞു എന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായി. അതെ, എന്തൊക്കെയാ പറയുന്നത്? പഠിച്ചവനെ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. വീട്ടുകാർ മുഴുവൻ എനിക്കെതിരാണ്. എല്ലാവരും ഇതുവരെ അനിയത്തിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ കല്യാണം മുടങ്ങുമെന്ന് കരുതിയിട്ട് അവൾ പതുക്കെ എന്നിൽ നിന്ന് അകലുകയാണ്. ഇത്താത്ത പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഓളോട് കൂടുതലായിട്ട് അങ്ങനെ വർത്താനത്ത് നിൽക്കണ്ട എന്നുള്ളത്. എന്ത് കാര്യത്തിനാണാവും ഇവരൊക്കെ എന്നെ? അതിനുശേഷം ഹസനത്തിനും അവളോട് സംസാരിക്കുവാനും എല്ലാം മടിയായി തുടങ്ങുകയാണ്. തൻ്റെ കല്യാണം അങ്ങാനും മുടങ്ങുമോ എന്ന് കരുതിയിട്ട്. ഭർത്താവുണ്ടായിട്ടും സ്വന്തം ജ്യേഷ്ഠത്തി മുഹ്സിന, അവൾ അതാ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തേക്കും പോകുമ്പോഴും ഇവളെ കൊണ്ടുപോകുന്നില്ല. അവൾ തനിച്ച് ആ വീട്ടിലാണ്. കണ്ണീരോടെ അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കറിയുന്നില്ല. അവൾ ഓരോന്നോർത്തു. അജ്മൽ സർ എന്ത് പറഞ്ഞിട്ടായിരിക്കും, എന്തായിരിക്കും പറയാനുണ്ടായിരിക്കുക? അവൾ പെട്ടെന്ന് ബ്ലോക്ക് ലിസ്റ്റിൽ നിന്ന് അജ്മൽ സാറിനെ ഒഴിവാക്കി. അവളൊരു എന്ത് പറയണം വേണ്ട. പെട്ടെന്ന് അതാ ആ വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഹായ്, ബ്ലോക്ക് ലിസ്റ്റ് ഒഴിവാക്കിയപ്പോൾ എപ്പോഴച്ച് വന്നാണെന്ന് തോന്നുന്നു. അവൾ ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ, സാറെന്താ, എന്തിനാ?
അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? മറ്റൊന്നുമല്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല. നിന്നെ രക്ഷിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്തൊക്കെ തന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ. പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ഭർത്താവിനെ ഉപദ്രവിച്ച് നിൻ്റെ ബ്രദറിൻ്റെ ആളുകൾ, അവർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് അവരെ ഒന്ന് പൊക്കണ്ടേ? അവരോട് ഒരു വാണിയം കൊടുക്കണ്ടേ? അല്ല, ഇനിയിപ്പോൾ അതും കൂടെ എന്നെ വെച്ചേക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. എന്തൊക്കെ തന്നെയാണ് തെറ്റ് ചെയ്യാതെ നമ്മൾ ഇത്രയൊക്കെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ആളുകളുടെ ഇടയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ട്യൂഷൻ സെൻറ്റർ എല്ലാം നിമിഷങ്ങൾ കൊണ്ടാണ് എല്ലാം പൂട്ടിപ്പോയത്. പക്ഷെ കുഴപ്പമില്ല, പഠിച്ചവൻ നമുക്ക് ഓരോന്ന് കരുതിയിട്ടുണ്ടാവും, കണക്കാക്കിയിട്ടുണ്ടാവും. അതൊന്നും വിഷയമില്ല എനിക്ക്. അതൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാകുന്നതാണല്ലോ. പക്ഷേ നിൻ്റെ ഭാവി ജീവിതം എനിക്കൊരു വാശിയുണ്ട്, നീ ആഗ്രഹിച്ച രീതിയിലാകണം എന്നുള്ളത്. സാർ, ഞാൻ എന്താ ചെയ്യുന്നത്? നീ ഒന്നും ചെയ്യണ്ട. തൽക്കാലം ഫസ്റ്റ് ഇതിനുള്ളൊരു മറുപടി പറയണം. നിൻ്റെ ബ്രദർ ആൻഡ് അവരുടെ ഫ്രണ്ട്സുകൾ ആ സിനാൻ എന്ന പേരുള്ള ഒരു യുവാവിനെ തല്ലിച്ചതച്ച് അല്ലേ ബോധരഹിതനായി റോഡരികിൽ വീണ് കിടക്കുന്ന ആ ഒരു രംഗം, അതൊക്കെ നീ അത് പരാതി എഴുതി തന്നേ മതിയാവും. ഇപ്പോൾ തന്നെ വാട്സപ്പിൽ അത് എഴുതി വിടണം. എന്നിട്ട് അതിനെതിരെയും ആരെയും വെറുതെ വിടില്ല. ആരൊക്കെ ഉപദ്രവിച്ച് അവർക്കൊക്കെ തക്കതായ ശിക്ഷ. പിന്നെ നിൻ്റെ അമ്മായിമ്മ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. നല്ല രീതിയിൽ. ആണോ? നിനക്കെന്താ അവരെ കുറിച്ച് ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല. പക്ഷെ സിനുവിനെ പുറത്താക്കിയത് ആലോചിച്ച് നോക്കുമ്പോൾ ഉമ്മാനോടൊരു വേദന തോന്നുന്നില്ല. ആയിക്കോട്ടെ, ഓക്കെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് ഞാൻ വീണ്ടും പറയാണ്. ഒരിക്കലും ഒരു കടുക് മണിയോൾ പോലും ഞാൻ തെറ്റായ രീതിയിൽ നിന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല. പിന്നെ അല്ല, നീ എന്താ അത്ര കൂളായിട്ട് വോയിസ് വിടുന്നല്ലോ? എന്തിപ്പോൾ അവിടെ ആരുമില്ലേ? ഇല്ല. അതെന്താ? അവർക്ക് എവിടെ പോയി? എല്ലാവരും പോയി. എങ്ങോട്ട്? നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ. നിക്കാഹോ? ആരുടെ? അത് അനിയത്തിൻ്റെ. ആണല്ലേ, ഓക്കെ. അപ്പം നീ മാത്രം തനിച്ച് നീ എന്താ പോകാതിരുന്നത്? ഞാൻ പോയില്ല. ഒരിക്കലും അവൾ തന്നെ വിളിച്ചില്ല എന്നവൾ പറഞ്ഞില്ല. അവൾ പോയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത്രയ്ക്കും വീട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട്. അജ്മൽ സാറിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം പിടികെട്ടി തുടങ്ങുന്നു. അവളെ വീണ്ടും ഒറ്റപ്പെടുത്തുകയാണ് അവരെല്ലാവരും. അവളെ രക്ഷിച്ചേ മതിയാവോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നിനക്ക്? അത് എന്ത് കാര്യം? ചോദിച്ചാൽ യെസ് ഓർ നോ പറയണം. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാം. അജ്മൽ സാറ് എന്തായിരിക്കും പറയുവാൻ വേണ്ടി നിൽക്കുന്നത് എന്നവൾ ഒരു നിമിഷം ആലോചിച്ചു. തൻ്റെ പ്രിയപ്പെട്ട സിനാനെയാണ് അപ്പോഴും ഓർത്തത്. സിനുല്ലാത്തൊരു ജീവിതം. ഈ ദുനിയാവിൽ ഭർത്താവായിട്ട് ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ സിനു മാത്രമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. സാറിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, സാർ, എനിക്ക് വീട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ എന്തെങ്കിലും പറയാം. ഓക്കെ, നിൻ്റെ സൗകര്യം പോലെ ചെയ്യേ. പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്ത് അയാളെ ബ്ലോക്ക് ചെയ്യുന്നു. കാരണം അഥവാ കാൾ ലിസ്റ്റോ അല്ലെങ്കിൽ വാട്സപ്പോ നോക്കിക്കഴിഞ്ഞാലേ അവരെങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സാറ് പറഞ്ഞത്. അതാണ് തൻ്റെ ബ്രദറിനെയും കൂട്ടുകാരെയും സിനുവിനെ തല്ലി ചതച്ച അവർക്ക് നടപടി എടുക്കണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പാവം സാറ്, എന്തൊക്കെയോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. പാവാണ് അദ്ദേഹം. ആ നിമിഷം തന്നെ മുഹ്സിന സാറിന് വേണ്ടി ദുആ ചെയ്യുന്നു. റബ്ബേ, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടാണ് പഠിച്ചവനെ ഞാൻ ബ്ലോക്ക് ചെയ്തതൊക്കെ. ഒരിക്കലും അദ്ദേഹം എന്നോട് അങ്ങനെ അനാവശ്യമായ രീതിയിൽ സംസാരിക്കില്ല എന്നെനിക്കറിയാം. എന്നാൽ അപ്പോൾ പേടിയായിരുന്നു. പക്ഷേ ഇതിനായിരുന്നു വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും ബ്ലോക്ക് ഒഴിവാക്കിയത് നന്നായി. അതുകൊണ്ട് ഒക്കെ ഒന്ന് അറിയാനായി. എന്താണ് ഞാൻ വേണ്ടത് എനിക്കറിയുന്നില്ല. സാറ് വിളിക്കും. എൻ്റെ ആങ്ങളുടെ കൂട്ടുകാർ അവരെല്ലാവരും കൂടി സിനുവിനെ ആവശ്യമില്ലാതെ ഒരുപാട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് തല്ലിച്ചതച്ചത്. ഇനി ഒരിക്കലും അവൻ എണീക്കരുതെന്ന് ആങ്ങള. എന്ത് ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം ടെക്സ്റ്റൈൽസിൽ മണവാട്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന തിരക്കിലാണ്. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ,
അത് മുഹ്സിനാക്കൊരു കൂട്ട് എടുത്തോളൂ കേട്ടോ, എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ. അതെടുക്കാം. ഇപ്പോൾ തിരക്ക് പോകുന്നല്ലോ, ഇവളെ നിൽക്കാഹല്ലേ, വേറെ ആർക്കും അല്ലല്ലോ ഇവിടെ. ആങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും നാത്തൂൻ പറഞ്ഞു, അതെ എടുക്കുമ്പോൾ എല്ലാവർക്കും എടുത്തോളി, അല്ലെങ്കിൽ പിന്നെ ആർക്കും എടുക്കണ്ട, അങ്ങനായിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. പുതിയണ്ണിനെ നിക്കാഹല്ലാണ് കഴിഞ്ഞോട്ടത്, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഉമ്മാക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു വീട്ടിൽ അവളെ തനിച്ചാക്കി പോയതിൽ. ഉമ്മ വിചാരിച്ചു, വേണ്ട ഓളഞ്ഞ് കൊണ്ടുവന്നാൽ എന്തെങ്കിലുമൊക്കെ പേര് ദോഷം ഉണ്ടാവും, ഇവളെ നിക്കാഹ് ആണ് കഴിയട്ടെ, നല്ല സമാധാനമുള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ ആരും വിളിച്ചതുമില്ല. അത്യാവശ്യം പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവരിതാ കാറിലേക്ക് കയറിയിരിക്കുന്നു. ഇക്കാക്ക പറഞ്ഞു, അതെ ഫുഡ് എന്തേ കഴിച്ചോളൂ, എന്താ വേണ്ടത്? മന്തി വേണോ, ബിരിയാണി വേണോ, അതോ സാധാ നാടൻ ചോറ് വേണോ? മോനെ എനിക്ക് നാടൻ ചോറ് മതി, എനിക്ക് അതേ കഴിയുള്ളൂ, എനിക്ക് നിങ്ങളെ മന്തിയൊന്നും തിന്നാനേ കഴിയൂല. ഹസനത്ത് നിനക്കെന്താ? എനിക്ക് മന്തി മതി. നാത്തൂനും മന്തി തന്നെയാണ് എടുത്തത്. ഭക്ഷണമെല്ലാം കഴിച്ച് പോരാൻ നേരത്ത് ഉമ്മ പറഞ്ഞു, മോനെ കുറച്ച് മന്തി പാർസൽ വാങ്ങിക്കോ. ആർക്കാ? അല്ലേ മുഹ്സിന അവിടെ ഒറ്റക്കല്ലേ, ഓൾക്ക് കുറച്ച്. അവൾക്ക് ഇനി പിന്നെ കൊണ്ടുവന്ന് വാങ്ങിക്കൊടുക്കാം, ഇനിയിപ്പോൾ പാർസലായിട്ട് അങ്ങോട്ട് പോവുക. അത് കേട്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു. എൻ്റെ കുട്ടി. മോനെ ഉമ്മ ഞാൻ ഓളേറ്റ് വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും കൊണ്ടാൻ നിൽക്കണ്ട, നിങ്ങൾ വണ്ടി കയറിക്കാണേ. അങ്ങനെ ഏതാ അവരെല്ലാവരും വാഹനത്തിൽ കയറി. ഉമ്മാക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. എല്ലാവരും മന്തിയൊക്കെ കഴിച്ചപ്പോൾ എൻ്റെ കുട്ടിക്ക് മാത്രം വാങ്ങിയില്ല എന്നൊരു തോന്നൽ. എന്നാൽ ഈ സമയം മുഹ്സിന ആലോചിക്കുകയായിരുന്നു തൻ്റെ ആങ്ങളിനെക്കുറിച്ചും ആങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ചും പരാതി എഴുതി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച്. ഒരു വെള്ളപ്പേപ്പറിൽ അന്ന് എഴുതാൻ പറഞ്ഞ പോലെയാണ് എഴുതാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് എന്തൊക്കെ തന്നെയാലും ശിക്ഷ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇനിയിപ്പോൾ നിക്കാഹാവുമ്പോൾ എൻ്റെ ആങ്ങളെയാണ് ഹസനത്തിൻ്റെ ഭർത്താവിന് കൈ കൊടുക്കാനുള്ളത്, ഉപ്പ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷമമായി തീരും. തൽക്കാലം അവളത് മാറ്റിവെച്ചു. തൽക്കാലം ഇപ്പോൾ വേണ്ട ഒന്നും, ഹസനത്തിൻ്റെ നിക്കാഹ് കഴിയട്ടെ, അതിനനുസരിച്ച്. അങ്ങനെ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞ് വരുന്നു. ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാവരും നോക്കുന്നു. മുഹ്സിനെ ഒന്ന് വിളിക്കുകയോ ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഉമ്മ അങ്ങോട്ട് ചെയ്തു, മോളെ ഓൾക്കൊരു കൂട്ടി ഡ്രസ്സ് എടുത്തു, പിന്നെ ഓല് വരുമ്പോൾ കുറച്ച് നല്ലതുണ്ട്, അതപ്പോൾ തന്നെ എടുത്തേക്കും ചെയ്തേക്കണേ. ഇനിയിപ്പോൾ എന്തൊക്കെയാവും, മറ്റന്നാൾ നിക്കാഹുണ്ട് കഴിയട്ടെ, അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. മോളെ ഒന്നും ഉണ്ടായിട്ട് തന്നെ അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മുടക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഏട്ടത്തിൻ്റെ ഒരു പേര് പറഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ കല്യാണം മുടങ്ങും. അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കുട്ടീനെ കൊണ്ടാകാഞ്ഞത്. ഒന്നും വിചാരിക്കരുത്. എനിക്കൊന്നുമില്ലമ്മ, എനിക്ക് ഒന്നുമില്ല. അത് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞു പോയി. അനിയത്തിയുടെ ഡ്രസ്സ് കാണുവാൻ ആഗ്രഹമൊക്കെയുണ്ട്, പക്ഷെ വേണ്ട, ചോദിക്കണ്ട, ഇടുമ്പോൾ കാണാമല്ലോ. ഇനി ഞാൻ ചോദിച്ച് പറഞ്ഞിട്ട് അതൊരു പ്രശ്നമാവണ്ട. തൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ, പക്ഷേ അവളെയും വെറുപ്പിച്ചു എല്ലാവരും. എന്നോട് കൂടുതലായിട്ട് അവൾ സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. റബ്ബേ, എന്നാ ഈ പരീക്ഷണങ്ങൾ ഒന്ന് അവസാനിക്കുക. അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.